നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ 2 ഈഴവ ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് അഞ്ജുവിൻ്റെ ഡീറ്റെയിൽസാണ്. അഞ്ജുവിന് 26 വയസ്സാണ്. 163 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. കളർ ഫെയർ ആണ്. കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ BTech ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. പൂരാടം നക്ഷത്രമാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഡിസ്ട്രിക്റ്റ് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അനുയോജ്യമായ പ്രപ്പോസലുകളാണെങ്കിൽ കേരളത്തിലെ എല്ലായിടത്തുള്ള പ്രപ്പോസൽ പരിഗണിക്കും. 31 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത്. ഇവരുടെ ഫാദറിന് കൂലിപ്പണിയാണ്. അമ്മ ഹൗസ് വൈഫാണ്. ഒരു സിസ്റ്ററാണ് ഉള്ളത്. സിസ്റ്റർ പഠിക്കുകയാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന ഒരു ഈഴവ ബ്രൈഡിൻ്റെയാണ്. കുട്ടിയുടെ പേര് ഗോപിക. ഗോപികയ്ക്ക് 27 വയസ്സാണ്. ആവറേജ് ഹൈറ്റ് വെയ്റ്റൊക്കെയാണ് വരുന്നത്. ഇരുനിറാണ്. +2 ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ. ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 35 വയസ്സ് വരെയുള്ള കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അനുയോജ്യമാണെങ്കിൽ മറ്റ് ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളും സ്വീകരിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് ഗോപികയ്ക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ട് താല്പര്യമുള്ളവരാണ് കോൺടാക്റ്റ് ചെയ്യണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പുതിയ ഡീറ്റെയിൽസ് ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.